ഈ വാർത്തയിൽ നിന്ന് നമ്മളിനി നേരെ പോകുന്നത് അമ്മ എക്സിക്യൂട്ടീവ് യോഗം ഇന്നിപ്പോൾ നടക്കുകയാണല്ലോ. അപ്പം ഈ യോഗം നടക്കാനിരിക്കെ വീണ്ടും തൊഴിൽ പീഡന പരാതി വരുന്നുണ്ട്. ഉണ്ണി ശിവപാൽ, കുക്കു പരമേശ്വരൻ എന്നിവർക്കെതിരെ ഒരു യുവാവാണ് പരാതിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ശമ്പളം അടക്കം തടഞ്ഞു വച്ചിരിക്കുന്നു എന്നാണ് പരാതിയിൽ പറഞ്ഞത്. ഇതേ തസ്തികയിൽ ജോലി ചെയ്തിരുന്ന അതുല്യയും കഴിഞ്ഞ ദിവസം പരാതി നൽകിയിരുന്നു. സഹിൻ ആന്റണി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സഹിൻ, ഇതിപ്പോൾ നേതൃത്വത്തിനെതിരെ പരാതികളുടെ പ്രളയമാണ്. ഉണ്ണി ശിവപാൽ ട്രഷറർ, അതേപോലെ കുക്കു പരമേശ്വരൻ രണ്ടുപേരെയുമാണ് പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് രണ്ടുപേരാണ് പരാതി നൽകിയിരിക്കുന്നത്. ഇന്നിപ്പം എക്സിക്യൂട്ടീവ് യോഗം എല്ലാ മാസവും നടക്കാറുള്ളതാണ് എക്സിക്യൂട്ടീവ് യോഗമെങ്കിലും ഇത്തവണത്തെ യോഗത്തിൽ നേതൃത്വത്തിനെതിരെ തന്നെ പരാതിയുമായി, അതും തൊഴിൽ പീഡന പരാതിയുമായി രണ്ടുപേർ രംഗത്തെത്തിയ സാഹചര്യമുണ്ട്. തീർച്ചയായിട്ടും സേതു, അതായത് ഇത് രണ്ടാമത്തെ തൊഴിൽ പീഡന പരാതിയാണ് അമ്മ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇത് എറണാകുളം നോർത്ത് പോലീസിലാണ് ഇത് സംബന്ധിച്ചുള്ള പരാതി ലഭിച്ചിരിക്കുന്നത്. ഇന്നലെയാണ് പരാതി ലഭിച്ചത്. ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ, ഈ പരാതിക്കാരനെന്ന് പറയുന്നത് അമ്മ ഓഫീസിലെ മുൻ മാനേജറായിരുന്നു. അയാൾക്ക് ശമ്പളം നൽകിയിട്ടില്ല. ഈ പറയുന്ന കുക്കു പരമേശ്വരനും ഒപ്പം തന്നെ ഉണ്ണി ശിവപാലും, കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി, ഉണ്ണി ശിവപാൽ ട്രഷറർ, ഈ രണ്ടുപേരും മാനസിക പീഡനം ഈ തൊഴിലാളിക്ക് നൽകിയിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല പലപ്പോഴും പറഞ്ഞ സമയത്തേക്കാൾ കൂടുതൽ സമയം ജോലി ചെയ്യേണ്ടതായി വന്നിരുന്നു. ആ ഘട്ടങ്ങളിലൊക്കെ ഇവർ മാനസികമായ പീഡനമായിരുന്നു നൽകിയിരുന്നത്. ഒരു അറിയിപ്പുമില്ലാതെ പിരിച്ചുവിടുകയും ചെയ്തു. എന്നിട്ടും ശമ്പളം പിടിച്ചു വച്ചിരിക്കുന്നു. ഇത്രയും മാസമായിട്ടും ശമ്പളം നൽകാൻ തയ്യാറാവുന്നില്ല. ശമ്പളം വിളിച്ചു ചോദിക്കുമ്പോൾ പലപ്പോഴും പരിഹസിക്കുന്ന രീതിയിലാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ശമ്പളം തനിക്ക് ലഭിക്കില്ല എന്ന് ഉറപ്പായതോടുകൂടിയാണ് പോലീസിനെ സമീപിക്കാൻ തീരുമാനിച്ചത് എന്നുള്ളതും ഈ പരാതിയിൽ പറയുന്നുണ്ട്. എന്തായാലും ഇയാൾ പരാതി കൊടുക്കുന്നതിന് മുന്നേ തന്നെ ഈ നിലവിൽ അവിടെ മാനേജറായി ജോലി ചെയ്യുന്ന അതുല്യ എന്ന് പറയുന്ന പെൺകുട്ടി, ഇതേ തസ്തികയിലുള്ള അതുല്യ എന്ന് പറയുന്ന പെൺകുട്ടിയും പരാതി നൽകിയിട്ടുണ്ട്. അവരും പറയുന്നത് സമാനമായ കാര്യങ്ങൾ തന്നെയാണ്. ഉണ്ണി ശിവപാലിൽ നിന്നും കുക്കു പരമേശ്വരിൽ നിന്നും മാനസിക പീഡനം ഏൽക്കേണ്ടി വന്നു എന്നുള്ളതാണ്. എന്തായാലും അതുല്യയെ പിരിച്ചുവിട്ട കാര്യങ്ങളടക്കം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഇന്ന് അമ്മ എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നുണ്ട്. അത് സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന രണ്ടുപേർക്കെതിരെയാണ് ഗുരുതരമായ രണ്ട് പരാതികൾ പോലീസിലും ഒപ്പം തന്നെ അമ്മയ്ക്കും ലേബർ വകുപ്പിനും ലഭിച്ചിരിക്കുന്നത്. ശരി, ഓക്കെ സൈൻ, ഓക്കെ, ശരി.